നമസ്കാരം. VHSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓട്ടോ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിൻ്റെ മൂന്നാമത്തെ യൂണിറ്റായ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ഓട്ടോമാറ്റിക് പവർ ട്രാൻസ്മിഷൻ അഥവാ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷമായി ഇന്ത്യയിലിറങ്ങുന്ന ചെറു പാസഞ്ചർ കാറുകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് സിസ്റ്റം. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളെ പറ്റിയുള്ള ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ടൈപ്സ് ഓഫ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റം. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റം 2 തരത്തിലുണ്ട്. ഒന്ന് സെമി ഓട്ടോമാറ്റിക് സിസ്റ്റം, 2 ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റം. സെമി ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ ഡ്രൈവറിന് ക്ലച്ച് പെഡൽ അമർത്തേണ്ടതായിട്ടില്ല, ഗിയർ മാത്രം സെലക്ട് ചെയ്താൽ മതിയാകും. ഉദാഹരണത്തിന് AMT ഗിയർ ബോക്സ്. ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ ഡ്രൈവറിന് ക്ലച്ചോ ഗിയർ ലിവറോ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. ഉദാഹരണത്തിന് CVT, ഹൈഡ്രോളിക് എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് സിസ്റ്റം മുതലായവ. ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ അഥവാ AMT. ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഓൾസോ നോൺ ആസ് എ ക്ലച്ച്ലെസ് മാനുവൽ ട്രാൻസ്മിഷൻ. AMTയുടെ മറ്റൊരു പേരാണ് ക്ലച്ച്ലെസ് മാനുവൽ ട്രാൻസ്മിഷൻ. The usage of AMTs in passenger cars increased in the mid-1990s as a more sporting alternative to the traditional hydraulic automatic transmission. കൺവെൻഷണലായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾക്ക് ഒരു പകരക്കാരനായിട്ടാണ് AMT ഗിയർ ബോക്സ് 1990കളുടെ മധ്യത്തിൽ ഉപയോഗിച്ച് വന്നത്. It is a type of semi-automatic or automatic transmission that is closely based on the mechanical internals of a manual transmission. ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സിൻ്റെ അതേ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് AMT ഗിയർ ബോക്സ് പ്രവർത്തിക്കുന്നത്. സെമി ഓട്ടോമാറ്റിക് വെർഷൻസ് കൺട്രോൾ ദ ക്ലച്ച് ഓട്ടോമാറ്റിക്കലി ആൻഡ് സ്റ്റിൽ റിക്വയർ ദ ഡ്രൈവർ ടു ഇനിഷ്യേറ്റ് ദ ഗിയർ ചേഞ്ച്. സെമി ഓട്ടോമാറ്റിക് വെർഷൻ ആണെങ്കിൽ ക്ലച്ച് മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നു, ഗിയർ ഡ്രൈവറിന് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് വെർഷൻസ് ക്യാൻ കൺട്രോൾ ബോത്ത് ദി ക്ലച്ച് ഓപ്പറേഷൻ ആൻഡ് ദ ഗിയർ ഷിഫ്റ്റ്. ഫുള്ളി ഓട്ടോമാറ്റിക് വെർഷൻ ആണെങ്കിൽ ക്ലച്ചും ഗിയറും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെലക്ട് ചെയ്യപ്പെടും. ടൈപ്സ് ഓഫ് AMT. സെമി ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക്. സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ നോ ക്ലച്ച് പെഡൽ, ഗിയർ ഷിഫ്റ്റിംഗ് ഡൺ ബൈ ഡ്രൈവർ. ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ നോ ക്ലച്ച് പെഡൽ, ഗിയർ ഷിഫ്റ്റിംഗ് ഡൺ ബൈ ECU. ECU എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. AMT കൺട്രോൾ യൂണിറ്റിൻ്റെ സ്കീമാറ്റിക് ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പാർട്സുകളാണ് ക്ലച്ച് ആക്ച്വേറ്റർ, ട്രാൻസ്മിഷൻ ആക്ച്വേറ്റർ, ട്രാൻസ്മിഷൻ കൺട്രോൾ യൂണിറ്റ് അഥവാ TCU. ക്ലച്ച് ആക്ച്വേറ്റർ ക്ലച്ചിനെ എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനും സഹായിക്കുന്നു. ട്രാൻസ്മിഷൻ ആക്ച്വേറ്റർ ഗിയർ ഷിഫ്റ്റ് ലിവറിൻ്റെ സഹായത്തോടു കൂടി ഗിയറുകളെ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ട്രാൻസ്മിഷൻ കൺട്രോൾ യൂണിറ്റ് എല്ലാ ഭാഗങ്ങളെയും കൺട്രോൾ ചെയ്യുവാനായി ഉപയോഗിക്കുന്നു. വർക്കിംഗ് ഓഫ് AMT. ഗിയർ ഷിഫ്റ്റിംഗ്, ക്ലച്ച് ആക്ച്വേഷൻ, ഷിഫ്റ്റ് ടൈമിംഗ് ആർ ഓൾ അണ്ടർ ഓട്ടോമാറ്റഡ് കൺട്രോൾ വയ ദി ഇലക്ട്രോണിക് സെൻസേഴ്സ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ്. ഇലക്ട്രോണിക് സെൻസറുകളും കമ്പ്യൂട്ടറുകളും ആക്ച്വേറ്ററിൻ്റെയും സഹായത്തോടു കൂടിയാണ് AMT ഗിയർ ബോക്സിൽ ഗിയർ ഷിഫ്റ്റിങ്ങും ക്ലച്ച് ആക്ച്വേഷനും, അതായത് ക്ലച്ച് എൻഗേജ് ചെയ്യുന്നതും ഡിസെൻഗേജ് ചെയ്യുന്നതും, അതുപോലെ ഷിഫ്റ്റ് ടൈമിംഗ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതും എല്ലാം നിയന്ത്രിക്കുന്നത്. They will generally use one of the following methods of actuation for the clutch: hydraulic, electromechanical, pneumatic or vacuum and even electromagnetic. ഈ പറഞ്ഞ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലച്ച് എൻഗേജ് ചെയ്യുകയോ ഡിസെൻഗേജ് ചെയ്യുകയോ ചെയ്യുന്നത്. When the driver selects the desired gear with the transmission shift lever, servo-controlled electronic sensors and actuators connected to the TCU or the transmission computer will automatically operate the clutch and throttle to match revs and to re-engage the clutch in milliseconds. ഡ്രൈവർ ഗിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് എൻഗേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് സെൻസറുകളും ആക്ച്വേറ്ററുകളുമാണ് പ്രവർത്തിക്കുന്നത്. ട്രാൻസ്മിഷൻ കൺട്രോൾ യൂണിറ്റിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സഹായത്തോടു കൂടിയാണ് സെൻസറുകളും ആക്ച്വേറ്ററും പ്രവർത്തിക്കുന്നത്. Generally, AMT gear selection is in a sequential mode where
the driver can only upshift or downshift by one gear at a time. സാധാരണഗതിയിൽ AMT ഗിയർ ബോക്സിൽ ഗിയർ സെലക്ട് ചെയ്യുന്നത് സീക്വൻഷ്യലായിട്ടാണ്, പ്രോഗ്രസീവായിട്ടാണ്. ഇപ്പം രണ്ടാമത്തെ ഗിയറിൽ നിന്ന് നമുക്ക് നേരിട്ട് അഞ്ചാമത്തെ ഗിയറിലേക്ക് പോകാൻ പറ്റുന്നില്ല. പകരം 2 നിന്ന് 3 പിന്നെ 4 അതിന് ശേഷമാണ് 5ലേക്ക് പോകുന്നത്. ഈ രീതിയിലാണ് AMTയിൽ ഗിയറുകൾ സെലക്ട് ചെയ്യുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ അതേ വർക്കിംഗ് തന്നെയാണ് AMTയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ക്ലച്ച് അതുപോലെ ഗിയർ ഷിഫ്റ്റിങ് രണ്ടും ആക്ച്വേറ്റേഴ്സിൻ്റെയും സെൻസേഴ്സിൻ്റെയും സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അഡ്വാൻറ്റേജസ് ഓഫ് AMT: ഈസ് ഓഫ് ഡ്രൈവിംഗ് വളരെ എളുപ്പമാണ്. ഫ്യൂവൽ എക്കോണമീസ് മോർ, ഇന്ധനക്ഷമത കൂടുതലാണ് അല്ലെങ്കിൽ മൈലേജ് കൂടുതലാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ലോവർ കമ്പയർഡ് ടു അതർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സസ്. മറ്റ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ നിർമ്മാണ ചിലവ് വളരെ കുറവാണ്. ലോവർ വെയ്റ്റ് ആൻഡ് ഹയർ എഫിഷ്യൻസി കമ്പയർഡ് ടു അതർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സസ്. മറ്റ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ AMT ഗിയർ ബോക്സിൻ്റെ ഭാരം കുറവാണ്. ട്രാൻസ്മിഷൻ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് AMT: ജെർക്കി ഷിഫ്റ്റിംഗ് ഓഫ് ഗിയർ ഷിഫ്റ്റിംഗ് AMTയിൽ വളരെ സ്മൂത്ത് അല്ല. യൂസിങ് ആൻ AMT ഇൻ ഇൻക്ലൈൻഡ് ഓർ ഹില്ലി ടെറൈൻ വുഡ് റിക്വയർ കോൺസ്റ്റൻറ്റ് യൂസ് ഓഫ് ദി മാനുവൽ മോഡ് ആൻഡ് യൂസേജ് ഓഫ് ഹാൻഡ് ബ്രേക്ക്. ഒരു കയറ്റത്തിലോ അതുപോലെ ഒരു ഇറക്കത്തിലോ AMT ഗിയർ ബോക്സ് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നമുക്ക് തുടർച്ചയായി മാനുവൽ മോഡ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. അതോടൊപ്പം കയറ്റത്തിൽ വാഹനം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടെടുക്കുന്നതിനായി നമ്മൾ ഹാൻഡ് ബ്രേക്കും യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓവർടേക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട് ഇൻ ആൻ AMT വെഹിക്കിൾ. ഈസിയായി ഓവർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് AMT വെഹിക്കിളിൽ മാനുവൽ മോഡിലേക്ക് ഗിയർ ലിവർ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഹൈവേകളിൽ ഓവർടേക്കിംഗ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. AMT ഗിയർ ഷിഫ്റ്റ് പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. D ഫോർ ഡയറക്റ്റ് ഡ്രൈവ്, N ന്യൂട്രൽ പൊസിഷൻ, R റിവേഴ്സ് പൊസിഷൻ. ഇനി M മാനുവൽ മോഡ്. പ്ലസ് സൈൻ കാണിക്കുന്നത് ഗിയർ അപ്പ് ചെയ്യുന്നത്, അതായത് ടോപ്പ് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് പ്ലസ് സൈൻ. മൈനസ് സൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗിയർ ഡൗൺ ചെയ്യുന്നത്, അതായത് ഗിയർ ടോപ്പ് ഗിയറിൽ നിന്നും താഴേക്ക് ഡൗൺ ചെയ്യുന്ന പൊസിഷനാണ് മൈനസ് പൊസിഷൻ. ഒരു AMT ഗിയർ ബോക്സ് ഘടിപ്പിച്ച വാഹനത്തിൻ്റെ ഗിയർ നോബ് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. ഡയറക്റ്റ് ഡ്രൈവ്, ന്യൂട്രൽ പൊസിഷൻ, റിവേഴ്സ് ഗിയർ. ഇപ്പോൾ ഗിയർ ന്യൂട്രൽ പൊസിഷനിലാണ്. വാഹനം മുന്നോട്ട് ചലിക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റിൽ പൊസിഷനിലേക്ക് ഇടേണ്ടതുണ്ട്. ഡിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഹനം മുന്നോട്ട് ചലിക്കും. വീണ്ടും വാഹനം നിർത്തി കഴിയുമ്പോൾ ന്യൂട്രൽ പൊസിഷനിലേക്ക് വരുന്നു. ഇനി റിവേഴ്സ് ഗിയറാണ് ഇടേണ്ടതെങ്കിൽ ആറിലേക്ക് ഗിയർ ഇടുക. ഇത് റിവേഴ്സ് ഗിയർ. ഇനി തിരിച്ച് ന്യൂട്രലിലേക്ക് വരുന്നു. ഇനി മാനുവൽ മോഡാണ് വേണ്ടതെങ്കിൽ ലെഫ്റ്റിൽ കാണുന്ന ശ്രദ്ധിക്കുക, M മാനുവൽ മോഡ്, മൈനസ് പ്ലസ് ഗിയർ അപ്പ് ചെയ്യാൻ, മൈനസ് ഗിയർ ഡൗൺ ചെയ്യും. അപ്പോൾ ഈ ഗിയർ നോബ് ഇടത്തേക്ക് ഇടുന്നു. ഡൗൺ ചെയ്യണമെങ്കിൽ മുന്നോട്ടാക്കുക, ഗിയർ അപ്പ് ചെയ്യണമെങ്കിൽ പിന്നോട്ട് ഇങ്ങനെ ഗിയർ നോബാക്കുക. ഇനി നമുക്ക് മാനുവൽ മോഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കിലേക്ക് പോകണമെങ്കിൽ വലത്തോട്ട് തിരിച്ച് ഡിയിലേക്ക് കൊണ്ടുവരാം. വാഹനം നിർത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ന്യൂട്രലിലേക്ക്. ഈ വാഹനത്തിൽ ആക്സിലേറ്റർ പെഡലും ബ്രേക്ക് പെഡലും മാത്രമേ ഉള്ളൂ, ക്ലച്ച് പെഡൽ ഇല്ല. കഴിഞ്ഞ സെഷനിൽ നമ്മൾ AMT ഗിയർ ബോക്സിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് പഠിച്ചത്. മാരുതി, ഹുണ്ടായി, റിനോൾട്ട് മുതലായ കാർ കമ്പനികൾ അവരുടെ കാറുകളിൽ AMT ഗിയർ ബോക്സാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ ജാപ്പനീസ് കമ്പനിയായ ഹോണ്ട, ടൊയോട്ട,
മുതലായവ അവരുടെ കാറുകളിൽ CVT ഗിയർ ബോക്സാണ് പ്രിഫർ ചെയ്യുന്നത്. CVT ഗിയർ ബോക്സിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും മറ്റ് പ്രത്യേകതകളും നമുക്ക് അടുത്ത സെഷനിൽ പരിചയപ്പെടാം. Continuously Variable Transmission or CVT. CVT is an automatic transmission that can shift through an infinite number of gear ratios. സാധാരണ ഗിയർ ബോക്സുകളിൽ നിന്നും വ്യത്യസ്തമായി CVTക്ക് ഇൻഫിനിറ്റ് ഗിയർ റേഷ്യോ ആണുള്ളത്. CVTs are used in automobiles, tractors, motor scooters and earth moving equipments. CVT ഗിയർ ബോക്സിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വൈഡാണ്. എല്ലാതരം ഓട്ടോമൊബൈലുകളിലും ഉപയോഗിക്കുന്നു. ട്രാക്ടറുകളിൽ, മോട്ടോർ സ്കൂട്ടറുകളിൽ, പാസഞ്ചർ കാറുകളിൽ, അതുപോലെ എർത്ത് മൂവിങ് എക്യുപ്മെൻറ്റ്സിലെല്ലാം CVTയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. CVT ഗിയർ ബോക്സിൻ്റെ പ്രവർത്തനം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ആൻഡ് പുള്ളി സിസ്റ്റം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ചിത്രത്തിൽ ഇടതുവശത്തെ ഒരു ഫിഗറുണ്ട്, അതുപോലെ വലതുവശത്തൊരു ഫിഗറുണ്ട്. ഇടതുവശത്തുള്ള ഫിഗർ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന ആ സമയത്തുള്ള പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്. വലതുവശത്തുള്ള ഫിഗർ വാഹനം ടോപ്പ് ഗിയറിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടിയ വേഗതയിൽ പോകുന്ന സമയത്തുള്ള ഗിയർ ബോക്സിൻ്റെ അവസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കൂ. നമുക്ക് രണ്ട് പുള്ളികൾ, ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും ഉണ്ട്. ഡ്രൈവർ പുള്ളി എന്ന് പറയുന്നത് എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് വന്ന് പുള്ളിയുമായി ഘടിപ്പിക്കുന്ന പൊസിഷനാണ്. ഇനി ഡ്രിവൺ പുള്ളി എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വീൽ ആക്സിൽ ഷാഫ്റ്റ് ഘടിപ്പിക്കുന്ന പുള്ളിയാണ്. ഇനി ഈ രണ്ട് പുള്ളിയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് വി ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇടതുവശത്തുള്ള ചിത്രം ശ്രദ്ധിക്കുക. ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ കൂടുതലാണ്. നമുക്കറിയാം, ഒരു ചെറിയ ഗിയർ വലിയ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ ഗിയറിൻ്റെ വേഗത കുറവായിരിക്കും, ടോർക്ക് കൂടുതലായിരിക്കും. ഇത് തന്നെയാണ് ഫസ്റ്റ് ഗിയർ ഇട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടതും. ഇനി വലതുവശത്തുള്ള ചിത്രം ശ്രദ്ധിക്കൂ. ഡ്രിവൺ പുള്ളിയുടെ മീൻ ഡയമീറ്റർ കുറവാണ്. അതായത് അത് ഉയർന്ന വേഗതയിൽ ഹൈ RPMലാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഡ്രൈവർ പുള്ളിയുടെയും ഡ്രിവൺ പുള്ളിയുടെയും ഡയമീറ്ററുകൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അത് രണ്ട് കോണുകളുടെ സഹായത്തോടു കൂടിയാണ് പുള്ളികളുടെ ഡയമീറ്റർ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. വർക്കിംഗ് ഓഫ് CVT. The most common type of CVT uses a V-belt which runs between two variable diameter pulleys. സാധാരണ CVTകളിൽ രണ്ട് പുള്ളികളുടെയും ഇടയ്ക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു V-belt ഉണ്ടായിരിക്കും. The pulleys consist of two cone-shaped halves which move together and apart. അടുത്തേക്കും അകലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് കോണുകളുടെ സഹായത്തോടു കൂടിയാണ് പുള്ളിയുടെ ഡയമീറ്റർ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. The V-belt runs between these two halves. The gear ratio is adjusted by moving the two sheaves of one pulley closer together and the two sheaves of other pulley further apart. പുള്ളികളുടെ ഉള്ളിൽ വച്ചേക്കുന്ന ഈ രണ്ട് കോണുകളുടെ ചലനമാണ് ഗിയർ റേഷ്യോയെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെ രണ്ട് കോണുകൾ അകലേക്ക് പോകുമ്പോൾ പുള്ളിയുടെ ഇഫക്റ്റീവ് ഡയമീറ്റർ കുറയുകയും അതുപോലെ കോണുകൾ അടുത്തേക്ക് വരുന്ന സമയത്ത് പുള്ളിയുടെ ഇഫക്റ്റീവ് ഡയമീറ്റർ കൂടുകയും ചെയ്യുന്നു എന്ന് കാണിച്ചിരിക്കുന്നു. CVT ഗിയർ ബോക്സിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോയാണ് ഇത്. ഡ്രൈവർ പുള്ളിയുടെയും ഡ്രിവൺ പുള്ളിയുടെയും ഡയമീറ്ററുകൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു ഈ വീഡിയോ. ഇവിടെ ശ്രദ്ധിക്കൂ. ഡ്രൈവർ പുള്ളി സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇഫക്റ്റീവ് ഡയമീറ്റർ കൂടിക്കൂടി വരുന്നു. അതായത് രണ്ട് കോണുകൾ അടുത്തേക്ക് വരികയും അതിൻ്റെ ഫലമായി ഇഫക്റ്റീവ് ഡയമീറ്റർ കൂടുകയും ചെയ്യുന്നു. ഇതിന് നേരെ വിപരീതമാണ് ഡ്രിവൺ പുള്ളിയുടെ കാര്യത്തിൽ നടക്കുന്നത്. ഇനി വി ബെൽറ്റ് എങ്ങനെയാണ് പുള്ളിയുടെ ഇടയ്ക്ക് ചലിക്കുന്നത് എന്ന് ഇത് കാണിക്കുന്നു.
Advantages and disadvantages of CVT. Advantages. CVT deliver a smooth ride because the transmission does not have to constantly switch gears. അതായത് ഗിയറുകൾ അടിക്കടി മാറേണ്ട സാഹചര്യമില്ലാത്തതിനാൽ വളരെ സ്മൂത്തായ ഒരു റൈഡാണ് CVT ഡെലിവർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്, CVT ഈസ് കൺസിഡറബിളി സ്മോളർ, കോമ്പാക്റ്റ് ആൻഡ് ലെസ് കോംപ്ലിക്കേറ്റഡ്. CVT താരതമ്യേന ചെറുത്, അതുപോലെ വളരെ ഒതുങ്ങിയതും വളരെ ലളിതമായ കൺസ്ട്രക്ഷനോട് കൂടിയതുമാണ്. 3, ഇൻക്രീസ്ഡ് ഫ്യൂവൽ എഫിഷ്യൻസി, ഉയർന്ന ഇന്ധന ക്ഷമത, അതായത് CVT ഘടിപ്പിച്ച വാഹനങ്ങളിൽ കൂടിയ മൈലേജ് നമുക്ക് ലഭിക്കും. 4, ഇറ്റ് ക്യാൻ ഷിഫ്റ്റ് ഗിയേഴ്സ് ക്വിക്ക്ലി ആൻഡ് കണ്ടിന്യൂസ്ലി ഓൺ ഇൻക്ലൈൻസ്. കയറ്റങ്ങളിലോ അല്ലെങ്കിൽ ഇറക്കങ്ങളിലോ വളരെ വേഗത്തിൽ തന്നെ ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള കഴിവ് CVTക്കുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ്. ആദ്യത്തേത്, ഇറ്റ് മേ ഫീൽ എ ഡിലേ വെൻ ദ ഡ്രൈവർ സ്റ്റെപ്പ് ഓൺ ദി ആക്സിലറേറ്റർ. ഡ്രൈവർ ആക്സിലറേറ്റർ പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ഡിലേ, പവർ ഡിലേ നമുക്ക് ഫീൽ ചെയ്യുന്നു. 2, ഇൻ സ്പൈറ്റ് ഓഫ് ദി ലോ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് എ CVT, റിപ്പയേഴ്സ് ക്യാൻ ബി മോർ എക്സ്പെൻസീവ്. CVTയുടെ നിർമ്മാണ ചെലവ് കുറവാണെങ്കിലും റിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പണച്ചെലവ് ഉണ്ടാകുന്നു. 3, എ ലിറ്റിൽ ബിറ്റ് നോയ്സി ഇൻ വർക്കിംഗ്. പൊതുവെ CVT ഗിയർ ബോക്സ് ഘടിപ്പിച്ച വാഹനങ്ങൾ വളരെ ശബ്ദമുള്ളവയാണ്, പ്രവർത്തിക്കുമ്പോൾ ശബ്ദം ഉള്ളവയാണ്. 4, CVT യൂണിറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ എനി ഹൈ പെർഫോമൻസ് സിറ്റുവേഷൻ. ഹൈ പെർഫോമൻസ് ആവശ്യമായ വാഹനങ്ങളിൽ, ഉദാഹരണത്തിന് റേസിംഗ് കാറുകളിലോ അതുപോലുള്ള സാഹചര്യങ്ങളിലോ CVT ഗിയർ ബോക്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇനീഷ്യൽ പുള്ള് വളരെ കുറവായിരിക്കും CVT ഗിയർ ബോക്സിന്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളെ പറ്റിയാണ് പഠിച്ചത്. ഇനി അടുത്തത് നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റാണ്. നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ നെയ്ബേഴ്സിൻ്റെയോ വീടുകളിലുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഘടിപ്പിച്ച വാഹനങ്ങളുണ്ടെങ്കിൽ അത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതൊരു ലിസ്റ്റാക്കി റെഡിയാക്കി വയ്ക്കുക. സ്കൂള് റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതൊരു അസൈൻമെൻറ്റായി സ്കൂളിൽ സബ്മിറ്റ് ചെയ്യുക. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.